അടുത്ത ക്വസ്റ്റ്യൻ, പൗലോസും പത്രോസും ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. അതുകൊണ്ട് ഇവർ രണ്ടും പ്രസംഗിച്ച് ഒരേ സുവിശേഷമാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 1-4 വരെയുള്ള വാക്യത്തിലും 1 പത്രോസ് 4:17 നമുക്ക് ഈ കാര്യം കാണാൻ കഴിയുന്നത്. പോൾ ആൻഡ് പീറ്റർ പ്രീച്ച്ഡ് ദ ഗോസ്പൽ ഓഫ് ഗോഡ്. നമുക്ക് ഈ രണ്ട് വാക്യം നമുക്കൊന്ന് വായിക്കാം. റോമൻസ് 1:1-7. ദൈവം തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തോലനും യേശുക്രിസ്തുവിൻ്റെ ദാസനുമായ പൗലോസ്, 1 പത്രോസ് 4:17. ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? അപ്പോൾ ഇംഗ്ലീഷ് കിങ് ജെയിംസ് ബൈബിളിൽ 2 ഇടത്തും ഉപയോഗിച്ചിരിക്കുന്നത് ദ ഗോസ്പൽ ഓഫ് ഗോഡ് എന്നാണ്. പത്രോസും പറയുന്നു ഗോസ്പൽ ഓഫ് ഗോഡ്, പൗലോസും പറയുന്നു ഗോസ്പൽ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സുവിശേഷം. അപ്പോൾ ഇത് രണ്ടും പേര് പ്രസംഗിച്ച് ഒരേ സുവിശേഷമല്ലേ? 12 അപ്പോസ്തലന്മാരും യേശുക്രിസ്തുവും പൗലോസും ഒക്കെ പ്രസംഗിച്ച് ഒരേ സുവിശേഷമാണ്, ഒരേ സുവിശേഷമേ ഉള്ളൂ എന്ന് സ്ഥാപിക്കുവാൻ പലരുപയോഗിക്കുന്ന വാക്യമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. നമുക്ക് ദൈവത്തിൻ്റെ സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ഒന്നുകൂടെ റോമർക്കെഴുതിയ ലേഖനം 1-1 വാക്യം 7 വരെ വാക്യം. ദൈവം തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശുക്രിസ്തുവിൻ്റെ ദാസനുമായ പൗലോസ്, റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത്: നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചത്. അവരിൽ യേശുക്രിസ്തുവിനായി വിളിക്കപ്പെട്ട നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ ദൈവത്തിൻ്റെ സുവിശേഷം എന്ന ആ സുവിശേഷത്തിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ എന്താണ്? ഒന്നാമത്തെ കാര്യം, അത് പൗലോസിന് മുമ്പേ ദൈവം പ്രവാചകന്മാരാൽ വെളിപ്പെടുത്തിയ കാര്യമാണ്. അത് മർമ്മമായിരുന്ന കാര്യമല്ല, മറിച്ച് പൗലോസിന് മുന്നേ പ്രവാചകന്മാരിൽ കൂടി ദൈവം അത് വെളിപ്പെടുത്തിയ കാര്യമാണ്. പൗലോസ് അപ്പോസ്തലൻ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞായിരുന്നു, നിങ്ങൾ സ്ക്രിപ്ചർ, വേദപുസ്തകങ്ങൾ, പ്രവചനങ്ങളിലും ന്യായപ്രമാണവും അന്വേഷിച്ച് നോക്കുവിൻ, അത് എന്നെക്കുറിച്ച് പ്രസംഗിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ ക്രിസ്തുവിൻ്റെ അഗോചരമായ കാര്യങ്ങൾ, അഗോചരമായ ധനത്തെക്കുറിച്ച് ഞാൻ അൺസർച്ചബിൾ റിച്ചസ് ഓഫ് ക്രൈസ്റ്റ് ആണ് പൗലോസ് പ്രസംഗിക്കുന്നത്. അതായത് എവിടാണ് അത് അൺസർച്ചബിൾ? പഴയ നിയമത്തിൽ അന്വേഷിച്ചാൽ അത് കിട്ടുകയില്ല. ആ കാര്യങ്ങളാണ് പൗലോസ് പ്രസംഗിച്ചെന്ന് പറയുന്നു. അപ്പോൾ നോക്കണേ, ഒന്നാമത്തെ കാര്യം, ദൈവത്തിൻ്റെ സുവിശേഷം മുൻകൂട്ടി പ്രവാചകന്മാരാൽ അരുളി ചെയ്തതാണ്. 2, അതിൻ്റെ ഘടകം എന്താണ്? ജഡപ്രകാരം ദൈവപുത്രൻ അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു ദാവീദിൻ്റെ സന്തതിയായി ജനിക്കും. ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ പുത്രൻ ശക്തിയോടും വിശുദ്ധിയുടെ ആത്മാവിൽ ഉള്ള ശുശ്രൂഷ, ക്രൂശീകരണവും മരണത്തിൽ നിന്ന് ഉള്ള ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചാണ് പ്രധാനമായിട്ട് ദൈവത്തിൻ്റെ സുവിശേഷത്തിൻ്റെ ഉള്ളടക്കങ്ങൾ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം
പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ലേ, കർത്താവ് എവിടെ ജനിക്കും, കർത്താവ് ജനിക്കുന്ന സ്ഥലം അത് എടുത്തു പറയുകയാണ്, എഫ്രാത്തായിലെ ബേത്ലഹേം. കാരണം മറ്റിടത്തൊരു ബേത്ലഹേം ഉണ്ട്. അതുകൊണ്ട് എടുത്ത് പരിശുദ്ധാത്മാവ് പറയുകയാണ്, അല്ലേ? അതും കർത്താവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച്, കർത്താവ് എങ്ങനെ സ്വന്തം ജനത്താൽ തള്ളപ്പെടും, എങ്ങനെ ക്രൂശീകരിക്കപ്പെടും, മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുന്ന കാര്യം, ഇതെല്ലാം മുൻകൂട്ടി പ്രവചന പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്ന കാര്യമാണ്. പൗലോസ് അപ്പോസ്തലൻ 12 അപ്പോസ്തലന്മാരും ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയുണ്ടായി. ഈ ദൈവത്തിൻ്റെ സുവിശേഷമാണ് അടിസ്ഥാനം. പൗലോസ് മറ്റൊരു യേശുവിനെ അല്ല പ്രസംഗിച്ചത്, അതേ ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിൻ്റെ 2 പദ്ധതികളാണ്. ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതപ്പെട്ടിരിക്കുന്ന 2 പദ്ധതികളാണ് രാജ്യത്തിൻ്റെ പദ്ധതിയും മർമ്മമായിരുന്ന നിഗൂഢ പദ്ധതിയും. സ്വർഗമണ്ഡലങ്ങൾ നേടുവാനുള്ള നിഗൂഢത, മിനിസ്ട്രി, ദ ഗ്രേസ് ഗോസ്പൽ. ഈ 2 സുവിശേഷവും അതിൻ്റെ അടിസ്ഥാനം എന്തുവാ? ദ ഗോസ്പൽ ഓഫ് ഗോഡ്. ഒരേ ക്രിസ്തുവാ. ജഡപ്രകാരമുള്ള ക്രിസ്തു 12 അപ്പോസ്തലന്മാർക്ക് ഉപദേശങ്ങൾ കൊടുക്കുകയുണ്ടായി. എന്നാൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണ് പൗലോസിന് ആ വെളിപ്പാട് കൊടുത്തത്. എന്നാൽ ഒരേ ക്രിസ്തുവാ. അത് നമ്മൾ മനസ്സിലാക്കണം. പൗലോസ് അപ്പോസ്തലൻ, നമുക്ക് ഈ ഒരു ഭാഗം വായിക്കാം. ഈ ഒരു പിക്ചർ നമുക്ക് നോക്കാം. ദൈവത്തിൻ്റെ സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം നമുക്കൊന്ന് വായിക്കാം. പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്തി ക്രിസ്തുവിന്റെ ജനനം, ദാവീദിന്റെ സന്തതി, യേശുവിന്റെ ശുശ്രൂഷ, ക്രൂശീകരണം, മരണവും പുനരുത്ഥാനവും, എല്ലാ ജനതകൾക്കും അനുഗ്രഹങ്ങൾ. അതാണ് ദൈവത്തിൻ്റെ സുവിശേഷം. ഈ കാര്യം അബ്രഹാമിനോടും പറയുകയുണ്ടായി. അബ്രഹാമിൻ്റെ സന്തതികൾ മുഖാന്തരം മറ്റ് ലോകരാഷ്ട്രങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അത് ബഹുവചനത്തിലാണ് അവിടെ സന്തതികൾ. എന്നാൽ റോമർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ എടുത്തു പറയുകയാണ്, ഏകവചനത്താൽ, അതായത് അബ്രഹാമിൻ്റെ സന്തതി മുഖാന്തരം ജാതികളും വിശ്വാസത്താൽ നീതീകരിക്കപ്പെടും. അവിടെ സന്തതി ഏകവചനത്തിലാണ്. അതാരാണ്? ക്രിസ്തു, അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അത് പഠിക്കുകയുണ്ടായി. നമ്മൾ മുമ്പ് വായിച്ച വാക്യങ്ങളാണ്. രാജ്യത്തിൻ്റെ പരിപാടി ആദ്യം മുതലേ പറഞ്ഞതാണ്. എന്നാൽ നിഗൂഢ പദ്ധതി അല്ലെങ്കിൽ ദ മിസ്റ്ററി പ്രോഗ്രാം ക്രിസ്തുവിൽ മറഞ്ഞിരുന്ന കാര്യമാണ്. എന്നാൽ പൗലോസും പത്രോസും 2 പേരും ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയുണ്ടായി. നമുക്ക് മുൻപോട്ട് പോകാം. ദൈവത്തിൻ്റെ സുവിശേഷം 2 പേരും പ്രസംഗിച്ചെങ്കിലും അവരെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകളുടെ റിസിപ്പിയൻസ്, ആരാണ് അത് സ്വീകരിക്കുന്നത്, അവരുടെ ഓഡിയൻസ് വ്യത്യസ്തമാണ്. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 9:15 നമുക്കൊന്ന് വായിക്കാം. കർത്താവ് അവനോട്, നീ പോക, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. അപ്പോസ്തല പ്രവൃത്തി 11:19. സ്തേഫാനോസ് നിമിത്തമുണ്ടായ ഉപദ്രവം ഹേതുവാൽ ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും വചനം സംസാരിക്കാതെ ഫൊയ്നീക്യ, കുപ്രോസ്, അന്തോക്യ എന്നീ പ്രദേശങ്ങളോളം സഞ്ചരിച്ചു. അപ്പോൾ ഇവരുടെ ഓഡിയൻസ് ആരാണ്? രാജ്യത്തിൻ്റെ പരിപാടി, ദ കിങ്ഡം ഓഫ് ഗോസ്പൽ, കിങ്ഡം ഗോസ്പൽ. രാജ്യം ആർക്കാണ് വാഗ്ദത്തം ചെയ്തത്? അബ്രഹാമിനും അബ്രഹാമിൻ്റെ സന്തതികൾക്കും, യഹൂദർക്ക്. അതുകൊണ്ട് യഹൂദർ ചിതറിപ്പോയപ്പോൾ അവർ യഹൂദരുടെ അടുക്കൽ അല്ലാതെ മറ്റ് ജാതികളുടെ അടുക്കൽ പോയി പ്രസംഗിക്കുന്നില്ല. അതേസമയം പൗലോസിനെ വേർതിരിച്ചത് ആരുടെ അടുക്കൽ പോകാനാ? അന്യജാതികളും രാജാക്കന്മാരും യഹൂദർ, ഇസ്രായേൽ മക്കളോടും ഈ സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടിയാണ്. കാരണം ഈ പ്രോഗ്രാമിൽ
മിസ്റ്ററി പ്രോഗ്രാം കൃപയുടെ സുവിശേഷത്തിൽ ജാതിയും യഹൂദനും എന്ന ഭേദം ഇല്ല, ആ ഒരു വ്യത്യാസം ഇല്ല. അപ്പൊ അവർ രണ്ടും ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചെങ്കിലും അവരുടെ മിനിസ്ട്രി, അവരുടെ ശുശ്രൂഷകളുടെ റെസിപ്പിയൻസ് വേറെയാ, അവരെ ഏൽപ്പിച്ച ശുശ്രൂഷ വേറെയാ. ആ രണ്ട് ശുശ്രൂഷയും പണിയപ്പെട്ടത് ദൈവത്തിന്റെ സുവിശേഷത്തിന്മേലാണ്. നമുക്ക് അടുത്ത കാര്യം, ഈ രണ്ട് പദ്ധതിയിലും പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ലഭിക്കുന്നത് നോക്കണേ. യോഹന്നാൻ 20:22 രാജ്യത്തിന്റെ പദ്ധതി പ്രകാരം കർത്താവ് അവരുടെ മേൽ എന്ത് ചെയ്യുകയാണ് അല്ലേ? നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. അപ്പോസ്തലർ 1:4 എന്ത് ചെയ്യുകയാണ്? അവർ കാത്തിരിക്കുകയാണ്, കാത്തിരുന്ന് പ്രാപിക്കുകയാണ്. ലൂക്കോസ് 11:13 ചോദിക്കുമ്പോൾ എത്ര അധികം പരിശുദ്ധാത്മാവിനെ നൽകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 19:6 8:17 അപ്പോസ്തലന്മാർ കൈവപ്പിനാൽ ജനത്തിന് പരിശുദ്ധാത്മാവ് ലഭിക്കുകയാണ്. എന്നാൽ മിസ്റ്ററി പ്രോഗ്രാം കൃപയുടെ സുവിശേഷ പ്രകാരം എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് ലഭിക്കുന്നത്? ഗലാത്യർ 3:14 നമുക്കൊന്ന് വായിക്കാം. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. എഫേസ്യർ 1:14 തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിനു വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. നാം ദൈവവചനം, നമ്മുടെ രക്ഷയുടെ സുവിശേഷം കേട്ട് അത് വിശ്വസിക്കും ആ നിമിഷം അവിശ്വാസിയുടെ ഹൃദയത്തിൽ അച്ചാരമായ പരിശുദ്ധാത്മാവിന്റെ ആത്മാവ് ലഭിക്കുകയും ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നാൾ വരെയും പരിശുദ്ധാത്മാവിന്റെ മുദ്ര ലഭിച്ചിരിക്കുക. അപ്പോഴെങ്ങനെയാണ് കൃപയുടെ സുവിശേഷത്തിൽ പരിശുദ്ധാത്മാവ് ലഭിക്കുന്നത്? വചനത്തിന്റെ കേൾവിയും അല്ലെ അതിൽ വിശ്വസിക്കുമ്പോൾ ആണ് ലഭിക്കുന്നത്. അപ്പൊ രണ്ട് പദ്ധതി, രണ്ടുപേരും ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചെങ്കിലും മിനിസ്ട്രി, അവരെ ഏൽപ്പിച്ച ശുശ്രൂഷ മറ്റൊന്നായിരുന്നു. സ്നാനത്തെക്കുറിച്ച് ജോൺ ദ ബാപ്റ്റിസ്റ്റ് പറയുക, എന്നെ അയച്ചവൻ സ്നാനപ്പെടുത്തുവാൻ വേണ്ടി അയച്ചവനാണ് അല്ലേ? യോഹന്നാൻ സ്നാവൻ പറയുന്നത് എന്തുവാ? ഐ ഹാവ് ബീൻ ദ വൺ ഹൂ സെന്റ് മീ ടു ബാപ്റ്റൈസ്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 1:17 പറയുന്ന നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. സ്നാനം കഴിപ്പിപ്പാനല്ല, സുവിശേഷം അറിയിപ്പാൻ അത്രേ ക്രിസ്തു എന്നെ അയച്ചത്. ക്രിസ്തുവിന്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കേണ്ടതിന് വാക്ചാതുര്യത്തോടെ അല്ലാതാനും. അപ്പൊ പൗലോസ് പറയുക, എന്നെ അയച്ചത് സ്നാനപ്പെടുത്തുവാൻ അല്ല. ഗ്രേറ്റ് കമ്മീഷൻ, 12 ശിഷ്യന്മാർക്ക് കൊടുത്ത ഗ്രേറ്റ് കമ്മീഷൻ മത്തായി 28:19 വായിക്കുമ്പോൾ സ്നാനം, ജലസ്നാനം ഒരു പ്രധാനപ്പെട്ട ഘടകവുമാണ്. യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗങ്ങൾ കേട്ടിട്ട് സ്നാനമേൽക്കാത്തവർ അവർ ദൈവത്തെ പ്രസാദിപ്പിച്ചില്ല എന്നാണ് നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നത്. അതേസമയം കൃപയുടെ സുവിശേഷത്തിൽ പൗലോസ് എഫേസ്യർ 4:4-5 നമുക്ക് വായിക്കുമ്പോൾ, നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന് എന്നുള്ള വിഷയം പറയുകയാണ്. അതേതാണ് ഒരു സ്നാനം? 1 കൊരിന്ത്യർ 12:13 യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ സ്നാനം കഴിപ്പിക്കുകയാണ്. അതാണ്. അപ്പൊ സ്നാനത്തിലെ വ്യത്യാസം കണ്ടോ? എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് ലഭിക്കുന്നത്? ആ വ്യത്യാസം കണ്ടോ? നമുക്ക് മുൻപോട്ട് പോകാം. വാട്ട് ഷാൽ ഐ ഡു ടു ബി സേവ്ഡ്? രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യത്തിന് ഈ രണ്ട് പദ്ധതിക്കും വ്യത്യാസമായ ആൻസറാ. പക്ഷേ ഈ രണ്ട് പദ്ധതിയും ദൈവത്തിൻ്റെ സുവിശേഷമാണ് അതിൻ്റെ അടിസ്ഥാനം. അപ്പോസ്തല പ്രവൃത്തി 2:37 നമുക്കൊന്ന് വായിക്കാം. പത്രോസ് അവരോട്,
നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഒരു കണ്ടീഷണലായ കാര്യം. അതിനുശേഷം വിശുദ്ധന്മാരോടുള്ള കൂട്ടായ്മയും അപ്പം ഞൂർക്കലും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഒരു വളരെ നീണ്ട ഒരു ലിസ്റ്റുണ്ട് രാജ്യത്തിൻ്റെ പദ്ധതിയിൽ. എന്നാൽ അപ്പോസ്തലപ്രവൃത്തി 16:31 എന്താണ് എഴുതിയിരിക്കുന്നത്? കർത്താവായ യേശുവിൽ വിശ്വസിക്ക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് അവർ പറഞ്ഞു. 1 കൊരിന്ത്യർ 15:3-4 വരെയുള്ള വാക്യമാണ് നമ്മുടെ രക്ഷയുടെ സുവിശേഷം. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവഴുത്തുകളിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് തിരുവഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ്. ഈ കാര്യം നമ്മൾ വിശ്വസിക്കുമ്പോൾ തന്നെ, അതായത് കർത്താവായ യേശു ക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് ഈ കൃപായുഗത്തിൽ, അത് യഹൂദനായാലും ശരി അന്യജാതിയാണെങ്കിലും ശരി, അങ്ങനാണ് രക്ഷിക്കപ്പെടുന്നത് അല്ലേ? പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് നാളോളം ഉൾപ്രാവണം വരെയും എന്ത് ചെയ്യുക? ആ വിശ്വാസിയുടെ മേൽ കിടക്കുകയാണ്. അപ്പോൾ രക്ഷാ പദ്ധതി രണ്ടിലും വ്യത്യസ്തമാണ്. നീതീകരണത്തെക്കുറിച്ച് യാക്കോബ് രാജ്യത്തിൻ്റെ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞ 2 വാക്യം, യാക്കോബ് 2:24, 2:10. അങ്ങനെ മനുഷ്യൻ വെറും വിശ്വാസത്താലല്ല പ്രവർത്തികളാൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ കാണുന്നു. ഒരുത്തൻ ന്യായപ്രമാണം മുഴുവനും അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിനും കുറ്റക്കാരനായി തീർന്നു. കർത്താവ് യേശു ക്രിസ്തു മത്തായി 24 പറഞ്ഞു, അവസാനം വരെയും പിടിച്ചു നിൽക്കുന്നവൻ, വിശ്വസ്തനായി നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും എന്നുള്ള കാര്യം. അപ്പം രാജ്യത്തിൻ്റെ പദ്ധതിയിൽ വെറും പ്രവൃത്തിയല്ല, വിശ്വാസവും പ്രവൃത്തിയും സഹിഷ്ണുതയും ഇതെല്ലാം വേണം. മരണത്തോളം വിശ്വസ്തനായിരിക്കണം. ഇതിനിടയിൽ തെറ്റിപ്പോയാൽ, പിന്മാറിപ്പോയാൽ ദൈവത്തിന് അവരിൽ പ്രസാദം ഇല്ല. അതേസമയം മിസ്റ്ററി പ്രോഗ്രാം, പൗലോസിനെ ഏൽപ്പിച്ച ശുശ്രൂഷ പ്രകാരം ഉള്ള നീതീകരണം എങ്ങനെയാണ് നമുക്ക് നോക്കാം. റോമർ 3:28. അങ്ങനെ മനുഷ്യൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുമാനിക്കുന്നു. റോമർ 11:6 പറയാം, കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപയാലല്ല. കൃപയും പ്രവൃത്തിയും ഒരുമിച്ച് ചേർന്ന് പോകുകയില്ല നീതീകരണത്തിന് വേണ്ടി. പൗലോസ് പറയാ, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൂടാതെയുള്ള നീതീകരണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തന്നെ ഇവർ രണ്ടുപേരും ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. പക്ഷെ അവരുടെ ഏൽപ്പിച്ച ശുശ്രൂഷ വ്യത്യസ്തമായിരുന്നു. ഒന്ന് ഭൂമണ്ഡലത്തിൻ്റെ ശുദ്ധീകരണമാണെങ്കിൽ മറ്റ് സ്വർഗമണ്ഡലത്തിൻ്റെ ശുദ്ധീകരണം. അടുത്ത എപ്പോഴാണ് പാപത്തിൻ്റെ മോചനം നടക്കുന്നത്? അപ്പോസ്തലപ്രവൃത്തി 3:19-20 വരെ വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ വീണ്ടും പിതാവ് അയക്കുമ്പോഴാണ് അവരുടെ പാപശുദ്ധീകരണം നടക്കുന്നത്. ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് സെയിൻസിൻ്റെയും കിങ്ഡം പ്രോഗ്രാം, രാജ്യത്തിൻ്റെ പദ്ധതിയിൽ ഉള്ള വിശുദ്ധന്മാരുടെയും പാപമോചനത്തിനുള്ള വില കൊടുക്കപ്പെട്ടിരിക്കുക. അതെന്തുവാ? യേശു ക്രിസ്തുവിൻ്റെ പുണ്യാഹ രക്തത്താണ്. പക്ഷെ അതിതുവരെയും അപ്ലൈ ആയിട്ടില്ല. അതെന്നാണ് അപ്ലൈ ആകുന്നത്? വിശ്രാന്തിയുടെ ദിവസം വരുമ്പോൾ. അതുതന്നെയാണ് സക്കറിയ 13:1-2 വരെയുള്ള വാക്യം നമുക്ക് വായിക്കാം. അന്നാളിൽ ദാവീദ് ഗൃഹത്തിനും യെരൂശലേം നിവാസികൾക്കും പാപത്തിൻ്റെയും മാലിന്യത്തിൻ്റെയും പരിഹാരത്തിനായി ഒരു ഉറവ് തുറന്നിരിക്കും. അന്നാളിൽ ഞാൻ ദേശത്ത് നിന്ന് വിഗ്രഹങ്ങളുടെ പേർ ഇല്ലാതാക്കും, ഇനി അവയെ ഓർക്കുകയുമില്ല. ഞാൻ പ്രവാചകന്മാരെയും മലിനാത്മാവിനെയും ദേശത്ത് നിന്ന് നീക്കിക്കളയുമെന്ന് യഹോവയുടെ അരുളപ്പാട്. പാപമോചനവും ശുദ്ധീകരണത്തിൻ്റെയും ഒരു ഉറവിടം അന്നാളിൽ തുറക്കും. ഏതാണ് ഈ അന്നാൾ? കർത്താവായ യേശു ക്രിസ്തു ഒലിവ് മലയിൽ വരുന്ന ആ 2ാം വരവിങ്കൽ. അതേസമയം മിസ്റ്ററി പ്രോഗ്രാം, കൃപയുടെ സുവിശേഷ പ്രകാരം കൊലോസ്യർ 2:13-15 വരെയുള്ള വാക്യം വായിക്കാം.
അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനോട് കൂടെ ജീവിപ്പിച്ചു. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നമ്മൾ ഓരോരുത്തരെയും ക്രിസ്തുവിനോടൊപ്പം ഉയർപ്പിച്ച ഉന്നത സ്ഥാനങ്ങളിൽ, സ്വർഗീയ സ്ഥലങ്ങളിൽ ക്രിസ്തുവിനോട് കൂടി ഇരുത്തിയിരിക്കുന്നു. ആ ഉറപ്പാണ്, ആ ഗ്യാരണ്ടിയാണ് മിസ്റ്ററി പ്രോഗ്രാമിൽ നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് ചോദിക്കുന്നത്, കർത്താവ് നീതീകരിച്ചവനെ ആര് കുറ്റം ചുമത്തും? ഇനിയും അടുത്ത എൻഡ് ടൈം ഇവൻറ്റ് എന്തുവാണ്? കിങ്ഡം പ്രോഗ്രാമിൽ പ്രകാരം ഇനിയും അടുത്ത ഇവൻറ്റ് എന്തുവാ? 7 വർഷത്തെ പീഡനകാലമാണ്. അതേസമയം മിസ്റ്ററി പ്രോഗ്രാം പ്രകാരം നാം മുമ്പ് വായിച്ച ഉൾപ്രാവണം, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഉൾപ്രാവണമാണ്. അടുത്ത കാര്യം, അവർ റിവാർഡ്സ് ആൻഡ് ബ്ലെസ്സിങ്സ്. നമ്മുടെ പ്രതിഫലങ്ങൾ എവിടെയാണ്? മത്തായി സുവിശേഷം 10-ാം അധ്യായം 29-30 വരെയുള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം. അതിന് യേശു, എൻ്റെ നിമിത്തവും സുവിശേഷം നിമിത്തവും വീടോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടാൽ ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോടും കൂടെ 100 മടങ്ങ് വീടുകളെയും സഹോദരന്മാരെയും സഹോദരികളെയും അമ്മമാരെയും മക്കളെയും നിലങ്ങളെയും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അത് മർക്കോസ് 10:29-30 വരെയുള്ള ഭാഗമാണ്. എവിടാണ് അവരുടെ പ്രതിഫലം? ഈ ഭൂമിയിൽ, ഈ ലോകത്തിൽ. എവിടാണ് അവരുടെ നിത്യജീവൻ? വരുവാനുള്ള ലോകം. അതേതാണ്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2ാം വരവ് മുതൽ. ആ ഒരു ഒലിവുമലയിൽ വന്ന് ആ സമയമാണ് പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ എല്ലാവരുടെയും പുനരുദ്ധാനം നടക്കുന്നത്, നീതിക്കായുള്ള പുനരുദ്ധാനം. ആ ടൈമിലാണ് അവർ 1000 ആണ്ട് വാഴ്ച ആരംഭിക്കുന്നത്. അവിടെയാണ് അവർക്ക് നിലങ്ങളും ഭൂമിയും അതെല്ലാം ലഭിക്കുന്നത്. പ്രതിഫലം ഈ ഭൂമിയിലാണ്. അതേസമയം ക്രിസ്തുയേശുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ പ്രതിഫലം എല്ലാം എവിടെയാണെന്ന് എഫേസ്യർക്ക് ലേഖനം 1:3 വായിക്കുന്നു. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. സ്വർഗീയ സ്ഥലങ്ങളിലാണ്, ഹെവൻലി പ്ലേസസിലാണ്. 1. 2, അതെല്ലാം ആത്മീകമായ ബ്ലെസ്സിങ്സ് ആണ്. സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് ഇൻ ഹെവൻലി പ്ലേസസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ വിഷയം എന്തുവാ? പൗലോസും പത്രോസും ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. അത് ശരിയാ, യേശുക്രിസ്തു അതേ ക്രിസ്തുവിനെ പ്രസംഗിച്ചേ. പക്ഷേ അവരെ ദൈവം വ്യത്യസ്തമായ സുവിശേഷങ്ങൾ, വ്യത്യസ്തമായ പദ്ധതികൾ ഏൽപ്പിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ നീതീകരണം, അവരുടെ ജഡ്ജ്മെൻറ്റ് എവിടെയാണ് നടക്കുന്നത്? നമുക്ക് നോക്കാം. മത്തായി 24:19 അവരുടെ മത്തായി 24:13 എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവസാനം വരെ നിലനിൽക്കുന്നവൻ, സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും, അല്ലേ? അവിടെ അങ്ങനെയാണ് അവരുടെ ജഡ്ജ്മെൻറ്റ്. എൻഡ് ടൈമിൽ ന്യായപ്രമാണം പുസ്തകങ്ങൾ തുറക്കുന്നു. ആ കാര്യം നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ദ ബോഡി ഓഫ് ക്രൈസ്റ്റിൻ്റെ ജഡ്ജ്മെൻറ്റ് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് നമുക്ക് നോക്കാം. റോമർക്കെഴുതിയ ലേഖനം 2:16, 2 കൊരിന്ത്യർ 4:3 നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷപ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്കത്രേ മറഞ്ഞിരിക്കുന്നു. എത്രയോ ഇമ്പോർട്ടൻ്റ് ആണ് അതാത് യുഗത്തിൽ ദൈവം വെച്ചിരിക്കുന്ന രക്ഷാ പദ്ധതിയെ ഫോളോ ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? റോമർക്കെഴുതിയ ലേഖനം 2:16 പറയുകയാണ്, ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷപ്രകാരം ന്യായം വിധിക്കുന്ന നാൾ വരുന്നു, ഇല്ലേ? അതേതാണ്?
എൻ്റെ സുവിശേഷം എന്ന് പറയുന്ന പൗലോസ് പലയിടത്ത് പറയുന്നുണ്ട്. എൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു പൗലോസ് അപ്പോസ്തലനെ പ്രസംഗിക്കുവാൻ വേണ്ടി ഏൽപ്പിച്ച ആ മിസ്റ്ററി പ്രോഗ്രാം, ആ കൃപയുടെ സുവിശേഷ പ്രോഗ്രാം. ഈ കൃപായുഗത്തിൽ വിശ്വാസിയോ അവിശ്വാസിയോ അവരെ ദൈവം ന്യായം വിധിക്കുന്നത് എങ്ങനെ? ദൈവം പറയുകയാണ്, ഞാൻ എൻ്റെ പുത്രനെ, എൻ്റെ സ്വന്തം പുത്രനെ ക്രൂശിൽ നിങ്ങൾക്കായി ഏൽപ്പിച്ചു തന്നു. നിങ്ങളുടെ സകല പാപത്തിൻ്റെ മറുവിലയായി യേശു ക്രിസ്തു ആ വീണ്ടെടുപ്പിന് വേണ്ടി രക്തം ചിന്തി. സൗജന്യമായി പ്രവൃത്തി കൂടാതെ ഉള്ള രക്ഷാമാർഗം ഞാൻ തുറന്നു. വിശ്വാസത്താൽ മാത്രം, പ്രവൃത്തി കൂടാതെ ഒരു പ്രവൃത്തിയും ആഗ്രഹിക്കാതെ വിശ്വാസത്താൽ മാത്രമുള്ള രക്ഷാ പദ്ധതി തുറന്നു. നിങ്ങൾ ആ സുവിശേഷം കേട്ട് എന്ത് ചെയ്തു? വാട്ട് ഡിഡ് യു ഡു? യുവർ റെസ്പോൺസ് ടു ദ ഗോസ്പൽ ഓഫ് ഗ്രേസ്. അതനുസരിച്ചാണ് ന്യായം വിധിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയുക, എന്നാൽ ഞങ്ങളുടെ സുവിശേഷം, ഈ ഞങ്ങൾ ആരാണ്? ഈ ഞങ്ങളിനകത്ത് പത്രോസും 12 ശിഷ്യന്മാരുമില്ല. അവരുടെ പദ്ധതി വേറെയാണ്. ഈ ഞങ്ങൾക്കകത്ത് ആർക്കുണ്ട്? പൗലോസിനാൽ ആരംഭിച്ച് പൗലോസിനോട് കൂടെ ഉള്ള ശിഷ്യന്മാർ, പൗലോസിനോട് ചേർന്ന് നടന്ന ശിഷ്യന്മാർ, തിമോത്തിയോസ്, തീത്തോസ്, ഇവരെല്ലാവരും ഒരേ കാര്യമാണ്. അതുപോലെ പൗലോസ് അപ്പോസ്തലൻ ശുശ്രൂഷ അവസാനിക്കുന്ന ആ ടൈമിൽ പറയുകയാണ്, തിമോത്തിയോസിനോട് പറയുക, നീ എന്നിൽ നിന്ന് പ്രാപിച്ച ആ കേട്ട് ഞാൻ നിങ്ങളെ എങ്ങനെ പഠിപ്പിച്ചോ ആ ഡോക്ട്രിൻസ്, ആ ഉപദേശങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ കഴിവുള്ള പുരുഷന്മാരെ, വിശ്വസ്തന്മാരായ പുരുഷന്മാരെ ഏൽപ്പിക്കുക. അവർക്കാണ് പിന്നീട് പൗലോസിനെ പോലുള്ളവർ, പൗലീഷ്യൻസ് എന്ന് പേര് വന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയുകയുണ്ടായി. ഒരേ സുവിശേഷമാണെങ്കിലും അതിന്മേൽ ദൈവത്തിൻ്റെ സുവിശേഷം രണ്ടുപേരും പ്രസംഗിച്ചു. എന്നാൽ ദൈവം ആ അടിസ്ഥാനത്തിന്മേൽ 2 വ്യത്യസ്തമായ മാർഗങ്ങൾ, ഒന്ന് ഈ ഭൂമണ്ഡലത്തെ നേടുവാനും മറ്റൊന്ന് സ്വർഗമണ്ഡലത്തിൻ്റെ ശുദ്ധീകരണം. ഇന്ന് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുക. ജീവിതയാത്രക്കാരാ കാലടികൾ എങ്ങോട്ടെ എന്നുള്ളൊരു പാട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ കാലടികൾ എങ്ങോട്ടാണ്? നമ്മൾ ഇന്ന് ഈ കൃപായുഗത്തിൽ ദൈവത്താൽ അപ്രൂവ് ചെയ്യപ്പെട്ട ഏകരക്ഷാ മാർഗത്തിലാണോ അല്ലയോ? നമുക്ക് ദൈവവചനം പഠിച്ച് ശരിയായി വിഭജിച്ച് പഠിച്ച് നമുക്ക് ദൈവവചനത്തിൽ സത്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാം. ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.